കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലിസ്റ്റിലുള്ള അധ്യാപകരുടെ പ്രക്ഷോഭം ആരംഭിച്ചു. ഇവിടെ ടീച്ചറുടെ നിരാഹാര സമരം ഇന്നത്തേക്ക് 12ാം ദിവസമാവുകയാണ്. ഈ നിമിഷം വരെ ഔദ്യോഗികമായ ഒരു ചർച്ച നടത്താൻ വേണ്ടി പോലും സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവർ, ടീച്ചർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അത് ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനമായി കാണേണ്ടതുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി നേരത്തെ മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരം വിഷയത്തിൽ അധികാരത്തിൽ വന്നാൽ, മുഖ്യമന്ത്രി ആയാൽ 24 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കും എന്ന ഉറപ്പ് നൽകിയത് ഇതിനോട് ചേർത്ത് നാം പറയേണ്ട ഒരു കാര്യമാണ്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 3 മാസമായി. 3 മാസത്തെ ഗവൺമെന്റ് വന്നിട്ട് പക്ഷെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഇതിലാണെങ്കിൽ കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. മറ്റു പല ഭരണ തടസ്സങ്ങളും പ്രശ്നങ്ങളും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളുമാണ് ഈ 2.5 മാസമായി കേരളത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നതെങ്കിൽ ഇതിൽ AICC സെക്രട്ടറിയും ആലപ്പുഴ MP ആയ ശ്രീ KC വേണുഗോപാലും ഇവരുമായി വീഡിയോ കോളിൽ സംസാരിച്ച് പ്രശ്നം ഞങ്ങൾ വന്നാൽ തീർക്കുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതിൽ കോൺഗ്രസിൽ യോജിച്ച അഭിപ്രായമാണ്. അതിനൊരു ആശ്വാസമാണ്. മുഖ്യമന്ത്രിക്കും AICC സെക്രട്ടറിക്കും യോജിച്ച അഭിപ്രായമായിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് വിളിക്കാനോ പ്രശ്നം പരിഹരിക്കാനോ തയ്യാറായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവർ പോയി കണ്ടപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് 2 മാസത്തെ സമയം വേണമെന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു കാര്യവും നീക്കിയിട്ടില്ല. ഇവരുടെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു. വളരെ മോശമായ സ്ഥിതിയിലാണ്. സർക്കാർ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് നിർബന്ധിച്ച് ഇവരെ പോലീസിനെ വെച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തിയത്. അത് ഇവർ ചെറുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമിനെ ഒരു കൺസൾട്ടേഷൻ ഗവൺമെൻറ് തന്നെ ഇടപെട്ട് ഇവിടെ വെച്ച് നടത്തേണ്ടതുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാവണം. നമുക്കറിയാം, കേരളത്തിലെ PSC നിയമനം നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ്. രാജ്യത്ത് നടക്കുന്ന മൊത്തം പൊതു നിയമനങ്ങളിൽ 60% കേരളത്തിൽ നിന്നാണ്. 2016 മുതൽ എടുത്ത് പരിശോധിച്ചാൽ LDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് 3,15,000 പേരെയാണ് റെക്കോർഡ് നിയമനമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ വലിയൊരു ശതമാനം LPSC അതുപോലെ അധ്യാപകരുമായി ബന്ധപ്പെട്ട നിയമനങ്ങളാണ്. അന്നത്തെ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇന്ത്യയിൽ ഏതൊരു സ്റ്റേറ്റിനും മാതൃകയാക്കാവുന്ന സംവിധാനങ്ങളാണ്. ഒന്ന്, പ്രതീക്ഷിത ഒഴിവുകളെ നേരത്തെ തന്നെ കണ്ടെത്തി 6 മാസം മുമ്പോ 1 കൊല്ലം മുമ്പോ റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം കേരളത്തിലുണ്ട്. 2, എവിടെയൊക്കെയാണ് ഒഴിവ് അപ്പം തന്നെ അത് PSCയെ അറിയിക്കുന്ന സംവിധാനമുണ്ട്. ഇങ്ങനെ പല സംവിധാനങ്ങളും കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലം ഇന്ത്യയിൽ നടന്ന നിയമനങ്ങളിൽ 60% ജനസംഖ്യയിൽ വളരെ ചെറിയൊരു സംസ്ഥാനമായിട്ട് പോലും കേരളത്തിൽ നടന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൊരു സംസ്ഥാനത്താണ് ഇത്തരം ഒരു പ്രക്ഷോഭത്തിന് ദിവസം 1 മാസം കഴിഞ്ഞിട്ടും, നിരാഹാര സമരം 12 ദിവസം കഴിഞ്ഞിട്ടും ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറാകാത്തത്. അടിയന്തരമായി ഇവരുമായി ചർച്ച ചെയ്യണം. ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. മുഖ്യമന്ത്രി പതിവ് പോലെ ഇവിടെയും വാഗ്ദാന ലംഘനം നടത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞിപ്പോൾ ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതിരിക്കുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതാണ്.